ശരി, ക്ഷേമ പെൻഷൻ ബാങ്ക് വഴി നൽകാനുള്ള സർക്കാർ തീരുമാനത്തോട് സമ്മിശ്ര പ്രതികരണം. ശാരീരിക അവശതകൾ ഉള്ളവർ നേരത്തെ ഉണ്ടായിരുന്ന രീതിയെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ പുതിയ നീക്കത്തെ തള്ളി പറയുന്നില്ല. എന്തായാലും ക്ഷേമ പെൻഷൻ നിർത്താനുള്ള നീക്കമെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല. ബാങ്കിൽ പോയാണ് പൈസ എങ്ങനെ എടുക്കേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് അതറിയില്ല. ഒരു ATM കാർഡില്ല, ശരിക്കും വലിയൊരു മൊബൈൽ ഫോണില്ല. ഈ മൊബൈൽ ഫോണിലൊക്കെ ഞങ്ങൾ ആരെങ്കിലും വിളിക്കണമെന്ന് വെച്ചാൽ ബുക്കിൽ എഴുതി വെച്ചതാണ്, ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇപ്പോൾ ഈ മൊബൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ പൈസ ബാങ്കിൽ വന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലെത്തിക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. സൗകര്യമായിരുന്നു. ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റേ ഇവിടെ കൊണ്ടു തരില്ലല്ലേ, അപ്പൊ നല്ലതാ, വേറെ പോകുന്നു വേണ്ടല്ലോ. ബാങ്ക് പോണ്ടിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലത്. അവിടെ പോയി ഇനി എന്താ ചെയ്യേണ്ടെന്നു നിൽക്കണ്ടെന്നു. അപ്പൊ വീട്ടിക്കുള്ളത് പിന്നെ വേറെ മാതിരി ക്യാൻസൽ ആക്കാൻ പറ്റൂല. അത് പഴയ മാതിരി തന്നെ വരട്ടെ, തുടരട്ടെ, അങ്ങനെ പറ്റൂ പോരെ. അത് തന്നെയാണ് വേണ്ടത്. എങ്ങനെ നോക്കിയാലും അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പെൻഷൻ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാർ 80, 85, 90 ആയ ആൾക്കാരുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് പിന്നെ പെൻഷൻ കിട്ടുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അതേസമയം അവരുടെ കയ്യിൽ എത്തിക്കുമ്പോൾ അത് അവർക്ക് അതിലേറെ സന്തോഷമാണ്. നമ്മളിപ്പോൾ ബാങ്കിലേക്ക് ആക്കുകയെന്നിപ്പോൾ ഗവൺമെൻറ് പറയുകയുണ്ടായി. അതും കോപ്പറേറ്റീവ് ബാങ്ക് പാടില്ല എന്നും പറയുന്നുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉള്ളവരല്ല ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് അത് ആശ്വാസം എന്നുള്ളതിനെക്കാട്ടിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ കൊടുക്കുന്നത് വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കണം. അത് പെട്ടെന്ന് വീട്ടിൽ കൊടുക്കാൻ ഏതായാലും പെട്ടെന്ന് കൊടുക്കണ്ടാണ്. ഇത് ബാങ്കിൽ കൊടുക്കില്ലാണ്ട് അതിൻ്റെ എന്താ കാരണം പറയണ്ടേ? അതെ, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് കൈ കിട്ടണമെങ്കിൽ ഇത്രയും നല്ലതല്ലേ. മറ്റിപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് പോകണം, പിന്നെ ഇപ്പോൾ എപ്പോഴാണ് വന്നോ അല്ലേന്ന് അറിയില്ല. പിന്നെ അത് തിരഞ്ഞു പോകണ്ടേ. ഇതിപ്പോൾ പറഞ്ഞാൽ വീട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ ഉപകാരത്തിനായി എത്രയും പെട്ടെന്ന് ചിലപ്പോൾ കൈ കിട്ടുകയാണെങ്കിൽ. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ പോയി പിന്നെ മാസം വന്നോ നോക്കി നിൽക്കണ്ടേ. ഈ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴി ആക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. 80, 90 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇതുപോലെ പെൻഷൻ കൈപ്പറ്റുന്നവരാണ്. അവരെയൊക്കെ സംബന്ധിച്ച് ബാങ്കിൽ പോയി പണം കൈപ്പറ്റുന്നത് തീർച്ചയായും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. പുതിയ സർക്കാരിന്റെ നയം അർഹതപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാനുള്ള തന്ത്രമാണെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ആരോപിച്ചു. സഹകരണ ബാങ്കാണ് സർക്കാരിന്റെ പ്രശ്നമെങ്കിൽ സർക്കാർ നേരിട്ട് വീടുകളിൽ പെൻഷൻ എത്തിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ബാങ്ക് വഴി ആളുകളിലേക്ക് എത്തിക്കുമെന്നാണ് പുതിയ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ വീടുകളിൽ വന്ന് പല ആളുകളെയും, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആളുകളടക്കം വീടുകളിലെത്തി അല്ലെങ്കിൽ വീടുകൾ അന്വേഷിക്കാതെയും പലപ്പോഴും അവരെ പെൻഷൻ ഒഴിവാക്കുന്ന സ്ഥിതിയുണ്ട്. ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നിരവധി ആളുകൾക്ക്, വളരെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ പെൻഷൻ ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് സത്യത്തിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം അത് രാഷ്ട്രീയമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ എടുത്തു കളയുന്നത്. പക്ഷെ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറം ജില്ലയിൽ നിന്നും CV അനുമോദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അനുമോദ്, ഈ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ ഇതിനെതിരെ പുറത്തു വരുന്നുണ്ട്. ഇത് അർഹതപ്പെട്ടവർക്ക് ഇത് കൊടുക്കാതിരിക്കാനുള്ളൊരു തന്ത്രമാണെന്നാണ് പലരുടെയും പ്രതികരണം വരുന്നത്. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? സിറ, ഗുഡ് മോർണിംഗ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടതുപക്ഷം ഇതിനെ രാഷ്ട്രീയമായിട്ട് വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അത് നേരിട്ട് പറയുന്നതിനേക്കാൾ കൂടുതൽ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ ഗുണഫലം ലഭിക്കാതിരിക്കാൻ ഈ ഒരു സർക്കാരിൻ്റെ നീക്കം കാരണമാകുന്നു എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഈ കിടപ്പ് രോഗികൾക്കും അതുപോലെ മറ്റ് പ്രശ്നമുള്ളവർക്കുമൊക്കെ ഈ തരത്തിൽ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ഈ പുതിയ മാറ്റത്തിലുമെന്ന് സർക്കാർ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഇനി ബാങ്കുകളിലേക്ക് പോകേണ്ടി വരുമെന്ന തരത്തിലേക്കാണ് പല ആളുകളും ഈ കാര്യം ധരിച്ചു വച്ചിരിക്കുന്നത്.
ഇടതുപക്ഷമാവട്ടെ ഇത് രാഷ്ട്രീയമായിട്ടൊരു നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം സർക്കാർ നടത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമാണ്, അക്കൗണ്ട് വഴി വേണം ഈ സബ്സിഡി പോലെ ഈ കാര്യങ്ങൾ നൽകുവാൻ എന്നുള്ളത് കേന്ദ്ര നിർദ്ദേശമാണ്, അത് പാലിക്കാൻ വേണ്ടിയാണ് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം. മാത്രമല്ല പല തരത്തിലുള്ള പെൻഷൻ വരുന്നത് ഏകീകരിക്കുവാൻ ഇത്തരത്തിലുള്ളൊരു നീക്കം ഉപകരിക്കുമെന്നും അവർ പറയുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് പെൻഷൻ ഏകീകരണം എന്നുള്ളത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടും അവർക്കേറെ നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നീക്കമായിരിക്കും. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് പലർക്കും ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് അക്കൗണ്ട് എടുക്കേണ്ട പ്രായോഗികമായും ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. കിടപ്പരോഗികളെ സംബന്ധിച്ചാണെങ്കിൽ അത് അവർക്ക് ഇനി ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുടങ്ങുമോ എന്ന ആശങ്കയായിരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഇതിൽ അവ്യക്തതയും ആശങ്കയും നിലവിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇടതുപക്ഷം കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടും വലിയ വിമർശനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടിരുന്നത് പുതിയ സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്തൊരു സാഹചര്യം വരുന്നു. അത് രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷം വരും ദിവസങ്ങളിൽ ഉപയോഗിക്കുവാനും അതിനെതിരെ രംഗത്തിറങ്ങാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാണെങ്കിലും സർക്കാരിൻ്റെ പുതിയ നീക്കം ഗുണഭോക്താക്കൾക്കിടയിൽ അല്പം ആശങ്ക നൽകുന്ന സാഹചര്യമാണ് തീർക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷം അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാനുള്ള ഒരു ഒരുക്കത്തിലുമാണ്. ശരി അനുമോദ്, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷം ഇതിനെ ശക്തമായി ഇതിനെതിരെ പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കേൾക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.